മനസ്സിലായില്ലേ? ഒന്നുകൂടെ മിസ് പറയാം. Many occupations depend upon farming. Cotton grown by farmers is used to make cloth. Sugar and jaggery are made from sugarcane. Ropes and packing bags are made from jute. Tea leaves and coffee beans are also grown by farmers. We need oil to cook. This oil is taken out from oil seeds such as mustard and groundnut. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഡിഫറെന്റ് ഒക്കുപ്പേഷൻസ് ആണ്. ഇന്ത്യയിലെ പല ആൾക്കാർക്കും പല തരത്തിലുള്ള ജോലിയാണ്. അതുപോലെ ഷുഗർ കെയിൻ ഉണ്ടാക്കുന്ന ആരാണ്? ഫാർമേഴ്സ് ആണ്. അപ്പൊ ഷുഗർ കെയിനിൽ നിന്നാണ് എന്തുണ്ടാക്കുക? ഷുഗർ ആൻഡ് ജാഗരി ആർ മെയ്ഡ് ഫ്രം ഷുഗർ കെയിൻ. Then jute എന്താ? ജൂട്ട് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജൂട്ട് ഉപയോഗിക്കുക. അതുപോലെ റോപ്സ്, കയറും പാക്കിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നാണ്? ജൂട്ടിൽ നിന്നാണ് അല്ലേ? റോപ്സ് ആൻഡ് പാക്കിംഗ് ബാഗ്സ് ആർ മെയ്ഡ് ഫ്രം ജൂട്ട്. പിന്നെ വി നീഡ് ഓയിൽ ടു കുക്ക് ഫുഡ്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഓയിൽ വേണം. ദീസ് ഓയിൽ ആർ ടേക്കൺ ഔട്ട് ഫ്രം ഓയിൽ സീഡ്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഓയിൽ ഉണ്ടാക്കുന്നത്. അതായത് സൺഫ്ലവർ, പിന്നെ ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് അല്ലെ? ദീസ് ആർ ദ ഓയിൽ സീഡ്സ് അല്ലേ? these oil are taken out from these oil seeds. കടുകിൽ നിന്നാണ് കടുകെണ്ണ ഉണ്ടാക്കുക. സൺഫ്ലവറിൽ നിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുക അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. Some parts of our country have thick forest. A lot of people work in these forests. Some people collect gum, honey, lac and rubber from trees. Some cut wood. This wood is used to build houses and to make furniture. Packing boxes, matchboxes, matchsticks, paper and cardboard are also made from wood. Trees have to be cut down to make paper, so you should not waste paper. ഇനി അടുത്ത ആൾ കുറെ ജോലി ഏത് ഏരിയയിലാണ്? ഫോറസ്റ്റിലാണ്. നമുക്കറിയാം കുറെ ആൾക്കാർ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലേ? എന്തൊക്കെ ജോലിയാ നോക്ക്. Lot of people working in these forests. Some people collect gum. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഗം, പശ കളക്ട് ചെയ്യുന്നു, തേൻ കളക്ട് ചെയ്യുന്നു, റബ്ബർ അല്ലേ? റബ്ബർ വെട്ടി റബ്ബറിൽ നിന്ന് പാലെടുക്കുന്നു. ഇതൊക്കെയാണ് ചില ആൾക്കാരുടെ ജോലി അല്ലെ? അതും ഒരു ഒക്യുപ്പേഷൻ അല്ലേ? അല്ലേ മക്കളെ? അതും ഒരു ജോലിയല്ലേ? റബ്ബർ വെട്ടി പാലെടുക്കുക, അതുപോലെ പശ കളക്ട് ചെയ്യുക, തേനിന്റെ കൃഷി, ഇതൊക്കെ എന്താണ്? ഒക്യുപ്പേഷൻ ആണ്. സം കട്ട് വൂഡ്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? മരം മുറിക്കുന്നു. some people cut wood. മരം മുറിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? This wood used to make houses. മരം മുറിച്ച് വീടുണ്ടാക്കുന്നു. Some people cut wood and this wood used to make houses and make furniture etc. അല്ലേ? മരം മുറിച്ചിട്ട് വീടിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. വീടിന് ആവശ്യമായ അലമാര, കട്ടില അല്ലെ, ജനല്, അതൊക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നു. മേശയും കസേരയൊക്കെ അല്ലെ? പാക്കിംഗ് ബോക്സസ്. നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ബോക്സ്. മാച്ച് ബോക്സസ്. ദെൻ മാച്ച് സ്റ്റിക്സ്. തീപ്പെട്ടിയുടെ പെട്ടി, തീപ്പെട്ടിയുടെ കവറില്ലേ അത്, തീപ്പെട്ടിക്കൊള്ളി. പിന്നെ പേപ്പർ, കാർഡ്ബോർഡ്, ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നാ? വൂഡിൽ നിന്നാണ്, മരത്തിൽ നിന്നാണ് പാക്കിംഗ് ബോക്സും മാച്ച് ബോക്സും പിന്നെ മാച്ച് സ്റ്റിക്സ്, പേപ്പർ, നമ്മുടെ കാർഡ്ബോർഡ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കാർഡ്ബോർഡ് ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? Cardboard made from wood. Cardboard ഉണ്ടാക്കുന്നത് woodൽ നിന്നാണ്. Match stick made from wood. Then match boxes, പിന്നെ paper, packing bags, these are made from wood. ഇതൊക്കെ ഉണ്ടാക്കുന്നത് മരത്തിൽ നിന്നാണ്. Trees have to be cut down to make paper. പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി മരം മുറിക്കുന്നുണ്ട്. മരം മുറിച്ചിട്ട് അതിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുക. So you should not waste paper. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പേപ്പർ വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മുടെ മരം, നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് മരത്തിൽ നിന്നാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് so you should not waste paper. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേപ്പർ വേസ്റ്റ് ആക്കാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടെ മിസ് പറയാം. Some parts of our country have thick forest. Lot of people working in these thick forests. Some people collect honey, lac, then rubber from trees etc. Some people cut the trees and these wood used to make houses and furniture. പിന്നെ packing boxes, paper, matchstick,
match boxes, cardboard, paper, these are made from wood. So do not waste paper. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? You should not waste paper. നമ്മൾ ഒരിക്കലും പേപ്പർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. മരത്തിൽ നിന്നാണ്, തടിയിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പേപ്പർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പേപ്പർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? തമ്പ് തന്നെ മനസ്സിലായെങ്കില് okay, good. Okay, all of you take page number 188. 188. Next page. Listen. Next one, fishing. Farming കഴിഞ്ഞു അല്ലേ? ഫാമിങ്ങിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞു നമ്മള്? ഒരു ഫാർമറിന് കൃഷി ചെയ്യണമെങ്കിൽ നല്ല ഫ്ലാറ്റ് ലാൻഡ് ഉണ്ടായിരിക്കണം, ഗുഡ് സോയിൽ ഉണ്ടായിരിക്കണം അല്ലെ, വാട്ടർ ഉണ്ടായിരിക്കണം, സീഡ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഫിഷിംഗ്. നെക്സ്റ്റ് വൺ ഫിഷിംഗ്. എന്താ ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? എന്താ ജോയലെ ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? ജോയലെ എന്താ ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? What is the meaning of fishing? Joel Joseph. മീനെ പിടിക്കുക അല്ലേ? മീൻ പിടുത്തം. നോക്ക്, the seas around India are full of fish. Thus fishing is the main occupation of the people who live in coastal areas. Fish is an important source of food. We also get oil from fish. Fish sent to far off places are salted and tinned for preservation. Fishing. Fishing പറഞ്ഞാലേ മീൻ പിടുത്തം അല്ലേ? Fish is an important source of food. നമ്മളൊക്കെ എപ്പോഴും എന്ത് വേണം? മീൻ വേണ്ടേ? മീൻ ഇഷ്ടമുള്ളവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ജെവിൻ ഇഷ്ടമാണ് അല്ലേ? ബെനീറ്റ. അപ്പൊ നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഫുഡ് ആണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ആണ് ഇത് നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത്. സീസ് അറൌണ്ട് ഇന്ത്യ ആർ ഫുൾ ഓഫ് ഫിഷ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള കടലിലൊക്കെ എന്തുണ്ട്? ഫിഷ് ഉണ്ട് അല്ലേ? ഇന്ത്യക്ക് ചുറ്റും ഉള്ള കടലിലൊക്കെ ഒരുപാട് ഫിഷ് ഉണ്ട്. ഫിഷിംഗ് ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ലിവ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. തീരങ്ങളിൽ, കടൽ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ്? ഫിഷിംഗ് ആണ്. ഇല്ലേ? തലശ്ശേരി സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, കടൽ തീരത്ത് കുഞ്ഞു കുഞ്ഞു ടെന്റ് കെട്ടിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? ട്രെയിനിലോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കടൽ തീരങ്ങളിലൊക്കെ എന്താ ഒരുപാട് ആൾക്കാർ കുഞ്ഞു കുഞ്ഞു ടെന്റ് കെട്ടി താമസിക്കുന്നവരൊക്കെ ആരാന്നറിയോ? മീൻപിടുത്തക്കാരാ. അവരുടെ വീട് അവിടെയാണ്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് മീൻപിടുത്താണ്, ഫിഷിംഗ് ആണ്. അപ്പൊ കടൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഫിഷിംഗ് അല്ലെ? ഫിഷിംഗ് is an important source of food. Then fishing is the main occupation of the people who live in the coastal areas. Any fish sent to far off places are salted and tinned for preservation. എന്ത് ചെയ്യും? കടൽ തീരങ്ങളിൽ മീൻ പിടിച്ചിട്ട് എന്താ ചെയ്യാ? നമുക്കൊക്കെ കിട്ടണമെങ്കിൽ അവര് ഐസൊക്കെ ഇട്ടിട്ടല്ലേ കൊണ്ടുതരിക അല്ലേ? അവർ രാവിലെ കടലിൽ പോയി പിടിച്ച് അത് പയ്യന്നൂരെത്തി, പയ്യന്നൂരിന്ന് പിന്നെ ഇവർ ഓട്ടോയ്ക്ക് പോയി കൊണ്ടുവന്ന് ഇപ്പൊ പിടിച്ച പാടുള്ള മീനാണ് നമുക്ക് കിട്ടുക? പിടിച്ച ഉടനെയുള്ള മീനാണ് നമുക്ക് കിട്ടുക? അല്ല അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഫുഡ്. ദ പീപ്പിൾ ലിവിംഗ് ഇൻ കോസ്റ്റൽ ഏരിയാസ്, ദർ മെയിൻ ഓക്യുപ്പേഷൻ ഈസ് ഫിഷിംഗ്. നെക്സ്റ്റ് വൺ മൈനിങ്. എന്താ മക്കളെ മൈനിങ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈനിങ്? മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴിച്ചെടുക്കുക അല്ലെ? കുഴിച്ചെടുക്കുന്നത്, പെട്രോള്, മണ്ണെണ്ണ അല്ലേ? അല്ലേ? നോക്കാം. നെക്സ്റ്റ് വൺ മൈനിങ്. ലിസൺ. Nature has given us many kinds of minerals such as iron, coal, mica, manganese and petroleum. These are found deep inside the earth. The digging up of minerals from inside the earth is called mining. It is the main occupation of the people in areas rich in minerals. Mining എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ, അതായത് അയൺ, കോൾ, മൈക്ക, മാംഗനീസ്, പെട്രോളിയം, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? കുഴിച്ചെടുക്കുന്നതാണ് അല്ലേ?
These are found deep inside the earth. ഈ അയണും കോളും മൈക്ക മാംഗനീസ് പെട്രോളിയം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? ഭൂമിയുടെ ഉള്ളിലാണുള്ളത്. ഇൻസൈഡ് ദ എർത്ത്. These are found inside the earth. ഭൂമിയുടെ ഉള്ളിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? The digging up of minerals from inside the earth is called mining. അങ്ങനെ ഭൂമിയുടെ ഉൾവശത്തുള്ള ഭൂമിയുടെ ഉള്ളിലുള്ള ഈ അയണും കോൾ മൈക്ക മാംഗനീസ് പെട്രോളിയം ഇതൊക്കെ കുഴിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈനിങ് എന്ന് പറയാം. മനസ്സിലായോ? What is the meaning of mining? The digging up of minerals from inside the earth. What is the meaning of mining? The digging up of minerals. മിനറൽസ് കുഴിച്ചെടുക്കുന്നതിനെ digging up of minerals from inside the earth. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മിനറൽസ് കുഴിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈനിങ്. മൈനിങ് മീൻസ് digging up of minerals inside the earth. Okay. It is the main occupation of the people in areas rich in minerals. ഒരുപാട് മിനറൽസ് കാണുന്ന ഏരിയാസിൽ മിനറൽസ് ഉള്ള ഏരിയാസിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ്? മൈനിങ് ആണ് അല്ലേ? അപ്പൊ എന്താ മൈനിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മൈനിങ് മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ മിസ്സിന്. എന്താ മൈനിങ് എന്ന് പറഞ്ഞാല്? ഭൂമിയുടെ ഉൾവശത്തുള്ള ഭൂമിയുടെ ഉള്ളിലുള്ള മിനറൽസ് കുഴിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയാ? മൈനിങ് എന്ന് പറയാ. അപ്പൊ മൈനിങ് എന്ന് പറഞ്ഞാൽ digging up of minerals from inside the earth. Digging up of minerals from inside the earth. Minerals such as petroleum, mica, then manganese, iron, coal, etc. Okay. Yes. Next paragraph. Different kinds of metals, fuels and chemicals are taken out from minerals. Many occupations depend on mining. Metals are used to make machines, railway engines, bicycles, aeroplanes, buses, ships, sewing machines and cars. നമ്മൾ പറഞ്ഞു digging up of minerals such as mica, coal, manganese and petroleum അല്ലെ? ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള മിനറൽസ് കുഴിച്ചെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയാ? മൈനിങ് എന്ന് പറയാ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് metals and fuels, chemicals are taken out from minerals. അപ്പൊ മിനറൽസ് നിന്നാണ് എന്തും കൂടി എടുക്കുന്നത്? മെറ്റൽസ് ഫ്യൂവൽസ് കെമിക്കൽസ് ഒക്കെ ഇതുപോലെ മിനറൽസ് നിന്ന് എടുക്കുന്നതാണ്. മെനി ഒക്യുപ്പേഷൻസ് ഡിപ്പെൻഡ് ഓൺ മൈനിങ്. ഒരുപാട് ഒക്യുപ്പേഷൻ മൈനിങ്ങിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് മെഷീൻസ്. എന്തിനാ മെറ്റൽ യൂസ് ചെയ്യാ? മെറ്റൽസ് എന്തിനാ യൂസ് ചെയ്യാ മക്കളെ? മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് മെഷീൻസ്. മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ റെയിൽവേ എഞ്ചിൻസ്. റെയിൽവേയുടെ എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടി. ബൈസിക്കിൾ നിങ്ങളൊക്കെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി. എയറോപ്ലെയിൻ വിമാനങ്ങൾ ഉണ്ടാക്കാൻ. ബസ്സസ്, ഷിപ്സ്, സ്വിങ് മെഷീൻ. എന്താ സ്വിങ് മെഷീൻ എന്ന് പറഞ്ഞാല്? നമ്മൾ തയ്ക്കുന്ന മെഷീൻ ഇല്ലേ, ടൈലറിംഗ് മെഷീൻ. അതുപോലെ കാസ്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെറ്റൽ ഉപയോഗിക്കുക. മനസ്സിലായോ? എന്തിനാ യൂസ് ചെയ്യാ മെറ്റൽസ്? നിങ്ങളോട് പറഞ്ഞേ, എന്തിനാ മെറ്റൽസ് യൂസ് ചെയ്യാ? മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് മെഷീൻസ്, railway engines, bicycles, cars, ship, buses, aeroplanes, sewing machine, etc. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെറ്റൽസ് യൂസ് ചെയ്യുക. മനസ്സിലായോ മക്കളെ? മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് തന്നെ. മൈനിങ് മനസ്സിലായവരൊന്ന് കൈ തന്നെ തമ്പ് തന്നെ മിസ്സിന്. ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ്. ഓൾ ഓഫ് യു ലിസൺ. അതർ ഒക്യുപ്പേഷൻസ്. മറ്റുള്ള ജോലികൾ എന്തൊക്കെയാ? People who live in cities work in offices. Some have their own shops and factories. Some make films and other paint, sing or write books. വേറെ കുറെ ആൾക്കാരുടെ ജോലി നമുക്കറിയാം. വലിയ വലിയ സിറ്റികളിലൊക്കെ താമസിക്കുന്നവർ എന്ത് ചെയ്യും? അവർക്ക് സ്വന്തമായി കടകൾ ഉണ്ടാവും അല്ലെ? കച്ചവടം നടത്തും, ഒരു ബിസിനസ് നടത്തും. സ്വന്തമായി കച്ചവടം നടത്തുക, അതൊരു ഒക്യുപ്പേഷൻ ആണ്. അതുപോലെ സ്വന്തമായി ഫാക്ടറി നടത്തുക, അത് ഒക്യുപ്പേഷൻ ആണ്. പിന്നെ ഫിലിമിന്റെ ഡയറക്ഷൻ ഒക്കെ എന്താണ്? അതൊക്കെ ഒക്യുപ്പേഷൻ ആണ്. പിന്നെ സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ MG ശ്രീകുമാറിന്റെ മെയിൻ ഒക്യുപ്പേഷൻ എന്താ? യേശുദാസിന്റെ ഒക്കെ മെയിൻ ഒക്യുപ്പേഷൻ എന്താ? സിംഗിങ് ആണ് അല്ലെ? MG ശ്രീകുമാറും നമ്മുടെ ചിത്ര ചേച്ചിയൊക്കെ എന്താ? ഗുഡ് സിംഗേഴ്സ് ആണ്. അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് സിംഗിങ് ആണ്. അതുപോലെ റൈറ്റ് ബുക്ക്. ചില ആൾക്കാർ എന്ത് ചെയ്യും? ബുക്ക് എഴുത്ത്, അത് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ ആണ്. അപ്പൊ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി. MG ശ്രീകുമാർ അല്ലെങ്കിൽ ചിത്ര, KJ യേശുദാസ്, ഇവരൊക്കെ സിംഗേഴ്സ് ആണ്. ഇവരുടെ ഒക്കെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്താ?
പാട്ടാണ്, പാട്ട് പാടുക എന്നുള്ളതാണ് അവരുടെ ജോലി. ഇനി സിനിമ, മോഹൻലാലിന്റെ മെയിൻ ജോലി എന്താ? ആക്ടിങ് അല്ലെ? മമ്മൂട്ടി, പൃഥ്വിരാജ്, ജയസൂര്യ ഇവരുടെ ഒക്കെ മെയിൻ ജോലി എന്താ? ആക്ടിങ് ആണ് അല്ലെ? അപ്പൊ ഓരോരാൾക്കും അവരുടേതായ ജോലി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ലെസണിൽ നമ്മൾ പറഞ്ഞത് ഒക്കുപേഷൻ എന്നാണ്. എന്താ ഒക്കുപേഷൻ എന്ന് പറഞ്ഞാല്? എന്താ ഒക്കുപേഷൻ എന്ന് പറഞ്ഞാല്? നമുക്ക് we need food to eat, we need house to live, we need clothes to wear അല്ലെ? we need dress to wear. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? we have money അല്ലെ? അപ്പൊ പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒക്കുപേഷൻ എന്ന് പറയാം അല്ലെ? നമുക്ക് പണം നമ്മുടെ ആവശ്യത്തിന്, ജീവിത ചെലവിനുള്ള, ദൈനംദിന ചെലവിന് വേണ്ടിയുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ ഒക്യുപ്പേഷൻ എന്ന് പറയാം. അപ്പൊ പലതരത്തിലുള്ള ഒക്യുപ്പേഷൻ നമ്മൾ പറഞ്ഞു. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ദെൻ പിന്നെ പറ മക്കളെ. നഴ്സസ്, സിംഗേഴ്സ്, ഫിലിം ഡയറക്ഷൻസ്, ദീസ് ആർ ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ്. ചില ആൾക്കാർ ടീച്ചർ ആയിരിക്കും, ചില ആൾക്കാർ ഡോക്ടർ ആയിരിക്കും, ചില ആൾക്കാർ എഞ്ചിനീയർ ആയിരിക്കും, ചില ആൾക്കാർ ടൈലർ ആയിരിക്കും, ചില ആൾക്കാർ കാർപ്പന്റർ ആയിരിക്കും അല്ലെ? പലതരത്തിലുള്ള ഒക്യുപ്പേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ജീവിക്കാനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന തൊഴിലാണ്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായവരൊന്ന് മിസ്സിന് തമ്പ് തന്നേ. മനസ്സിലായെങ്കിൽ മാത്രമേ തമ്പ് തരാൻ പാടുള്ളൂ. ചില ആൾക്കാരുടെ ഒന്നും കൈ കാണുന്നില്ലല്ലോ. അജിസലെ മനസ്സിലായോ മോനെ? യെസ്. ഓക്കെ, ടോഷിനെ മിസ് കണ്ടു. ഓക്കെ, ഗുഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായില്ലേ മക്കളെ? ഇനി അടുത്ത ക്ലാസ്സിലെ നമുക്ക് ഇനി ഒരു ലെസൺ കൂടി ഉണ്ടല്ലോ. 9ാമത്തെ ലെസൺ ഇല്ലേ? 9th ലെസൺ ഇല്ലേ? കണ്ടോ? 9th ലെസൺ കണ്ടോ? All of you take page number 189. Take page number 189. 189ാമത്തെ പേജ് എടുത്തേ. കണ്ടോ? അതിൽ fill in the blanks 4 എണ്ണം ഉണ്ട്. ചെയ്ത തനിയെ. All of us need dash to eat and dash to wear. നമുക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? All of us നമുക്ക് വേണം need dash to eat. കഴിക്കാൻ എന്താ വേണ്ടേ? All of us need food അല്ലേ? food to eat. Write down. All of us need food to eat. നജ, ടോഷിൻ കുത്തി വരച്ചിടരുതേ. Fill in the blanks. നജ, ജെവിൻ ജേക്കബ് ജോയ് കുത്തി വരച്ചിടരുതെന്ന് പറഞ്ഞു ഞാൻ. നിങ്ങൾ വരയ്ക്കുമ്പം നമുക്കിവിടെ പേര് കാണുന്നുണ്ട്. First one, all of us need food. F-O-O-D, food to eat. Then രണ്ടാമത്തേത് clothes to wear. എന്ത് വേണം?